എന്താണ് ഈ നാട്ടിൽ വിശ്വാസങ്ങൾ ഇത്ര കൂടി വരാനുള്ളൊരു കാരണം? ഒരുപാട് ക്ഷേത്രങ്ങൾ കൂടുന്നു. പക്ഷേ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. ഇവർ ശരിക്കും ദൈവവിശ്വാസിയാണോ? എനിക്ക് തോന്നണില്ല. അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? തത്വമസി. തത്വം അസി. നീ എന്താണോ എന്നെ തേടി വന്നത് ഇവിടെ, അത് നീ തന്നെ ആകുന്നു എന്നാണ്. പക്ഷെ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റാത്ത ആളുകൾക്ക് ആരാധനാലയങ്ങളിൽ പോയി ആരാധന ചെയ്യുന്നത് നല്ലതല്ലേ? അറിയാത്തവർക്ക്. പക്ഷെ എന്താ ഗുണം? ഇപ്പൊ ദീക്ഷ കൊടുക്കുമ്പോ ഇതേപോലെ ദീക്ഷ കഴിഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേക്കില്ല അവര്. പിന്നെ കരച്ചിലായി, കെട്ടിപ്പിടുത്തായി. ഒരു പ്രത്യേക അനുഭവം അത്. ബാഹ്യമായിട്ട് ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുക. എല്ലാം പുറത്താണ്. പുറത്തല്ല ഉള്ളത്, ഉള്ളിലാണ്. മേഡം, നമ്മൾ ഈ ഹോസ്പിറ്റലുകാരുടെ കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഈ ആരാധനാലയങ്ങൾ. ചിലരുടെ ടെറസിലും വീടിന് പരിയാമ്പുറത്തുമൊക്കെ ഇപ്പോൾ അമ്പലങ്ങൾ തുടങ്ങുക. പ്രത്യേകിച്ച് ഉഗ്രമൂർത്തികളോടാണ് താല്പര്യം. കുട്ടിച്ചാത്തൻ, പലതരത്തിലുള്ള കുട്ടിച്ചാത്തൻ നല്ലതാണ്, ആരാധനകളൊക്കെ നല്ലതാണ്, കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല. ആളുകൾക്ക് വിശ്വാസങ്ങൾ കൂടുമ്പോൾ അതിനർത്ഥം ആളുകളുടെ പ്രശ്നങ്ങളും കൂടുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ വിശ്വാസങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഇവരുടെ കാര്യങ്ങൾ റെഡിയാകുന്നുണ്ടോ എന്നുള്ളത് ഈ ആശുപത്രി കാര്യം കണക്കൂടെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. എന്താണ് ഈ നാട്ടിൽ വിശ്വാസങ്ങൾ ഇത്ര കൂടി വരാനുള്ളൊരു കാരണം? എൻ്റെ ചെറുപ്പത്തിൽ വായനശാലകൾ ധാരാളം ഉണ്ടായിരുന്നു, ക്ലബ്ബുകളുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം വായിക്കും ചെറുപ്പക്കാരെ. ക്ലബിൽ എല്ലാവരും കൂടി ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. അന്ന് ഈ തെരുവ് നാടകങ്ങൾ പോലുള്ള കാര്യങ്ങൾ, ഒരുപാട് ഇപ്പോൾ ഓണം പോലുള്ള വിശേഷങ്ങൾക്ക് ചെറുപ്പക്കാർ ഒരുപാട് കളികൾ, ഓണമായിട്ട് ബന്ധപ്പെട്ട കളികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നാട്ടിൽ അങ്ങനെ എല്ലാവരും കൂടിച്ചേർന്നുള്ളൊരു ആഘോഷങ്ങളും അതുപോലെ സാഹിത്യമായിട്ടും അതുപോലെ രാഷ്ട്രീയവും അങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ആയിരുന്നു എല്ലാവരും ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ വിട്ട് ഇപ്പോൾ ഓരോരുത്തരും മൊബൈലിലേക്ക് ചുരുങ്ങി. അതുകൂടാതെ ക്ഷേത്രങ്ങൾ കൂടി. അതെന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്നുവെച്ചാൽ ഓരോ വീടിനും ഓരോ ക്ഷേത്രം, കുടുംബക്ഷേത്രമുണ്ട് മിക്കവാറും. അത് കൂടാതെ ഒരു വാർഡിലിപ്പോൾ 10-20 അമ്പലങ്ങളുള്ളത് ഒരുപാട്. അപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ കൂടുന്നു. പക്ഷേ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. ഇവർ ശരിക്കും ദൈവവിശ്വാസിയാണോ? എനിക്ക് തോന്നണില്ല. കാരണം ഒരാൾ കൃഷ്ണ ഭക്തയെങ്കിൽ അവർ കൃഷ്ണനെ മാത്രം ഭജിക്കണം. അപ്പോൾ അവരവിടെ പോയിട്ട് കാര്യം നടന്നില്ല. അപ്പോൾ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോകും. ജോത്സ്യൻ പറയും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും, അത് ചെയ്യും. അപ്പോൾ വേറൊരു കൂട്ടർ പറയും അവിടെ പോയി നാഗങ്ങളെ കണ്ട് അവിടെ പൂജ ചെയ്യാൻ, അവിടെ പോകും. ചിലർ വേറൊരു കാര്യം പറയും. ഇങ്ങനെ എല്ലായിടത്തും പോയി ലക്ഷങ്ങൾ പൊട്ടിക്കും. ഇതുകൂടാതെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകും. ഒരാൾ സർജറി പറഞ്ഞു, അത് ചെയ്യും. ഇങ്ങനെ എവിടെ പോയും ഗതി കിട്ടാതെ അലയുന്ന ആൾക്കാരാണിപ്പോൾ. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള ഒരു ജ്ഞാനം ഇവർക്ക് കിട്ടുന്നില്ല ശരിക്കും. അവരവരുടെ ഉള്ളിലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരവരുടെ ഉള്ളിലെ കഴിവും അവരവരുടെ ഉള്ളിലെ പവറും എല്ലാത്തിനും പരിഹാരം അവനവൻ്റെ ഉള്ളിലാണ് എന്നും തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കണത്. ബാഹ്യമായിട്ട് ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുക. എല്ലാം പുറത്താണ്, പുറത്തല്ല ഉള്ളത്, ഉള്ളിലാണ്. യഥാർത്ഥ ദൈവവിശ്വാസി അമ്പലത്തിൽ ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് കുറേ മണിക്കൂർ ക്യൂ നിന്നിട്ട് ആ ശ്രീകോവിലിന് മുന്നിലെത്തുമ്പോൾ ഭക്തി കൂടുമ്പോൾ കണ്ണടഞ്ഞു പോവുക ചെയ്യാം. എന്താ കാരണം? പുറത്തല്ല ഉള്ളത്, ഉള്ളിലാണുള്ളത്. അപ്പം എല്ലാം ഉള്ളിലാണുള്ളത്. എല്ലാവരും ഒന്ന് ഉള്ളിലേക്ക് നോക്കണം, അവനവൻ്റെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയണം. ഈ പല ആളുകളും ശബരിമലയിലും ഗുരുവായൂരും ഒക്കെ ചെന്നിട്ട് ഭഗവാനെ കാണാറില്ല. നടക്കലെ മുന്നിൽ ചെല്ലുമ്പോൾ അറിയാതെ കണ്ണടച്ച് പ്രവർത്തിച്ചു. അപ്പോഴേക്ക് നമ്മൾ തള്ളി അപ്പുറത്ത് കളഞ്ഞിട്ടുണ്ടാവും. ഇത്രയും വ്രതമൊക്കെ എടുത്ത് 41 ദിവസം വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ടാണ് ചിലർ വ്രതത്തോടു കൂടി അനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശബരിമലയ്ക്ക് നടന്നു പോകും. വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾക്കാർ നടന്നു വരാറുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? തത്വം അസി. നീ എന്താണോ എന്നെ തേടി വന്നത് ഇവിടെ, അത് നീ തന്നെ ആകുന്നു എന്നാണ്. ഈശ്വരൻ ഉള്ളിലാണുള്ളത്, പുറത്തല്ല. ഈശ്വരൻ പോലും പുറത്തല്ലേ ഉള്ളത്. പക്ഷെ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റാത്ത ആളുകൾക്ക് ആരാധനാലയങ്ങളിൽ പോയി ആരാധന ചെയ്യുന്നത് നല്ലതല്ലേ? അറിയാത്തവർക്ക്. പക്ഷെ എന്താ ഗുണം?
ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കുറേ അവിടുത്തെ എനർജി കിട്ടും. പോസിറ്റീവ് എനർജി കിട്ടും. കിട്ടും. അവിടെ നടക്കുന്ന പൂജകൾ, ഇപ്പോൾ ഗുരുവായൂർ അമ്പലം, തിരുപ്പതി പോലുള്ള ഒരുപാട് ആളുകളാൽ ആകർഷിക്കപ്പെടുന്ന ക്ഷേത്രം കൃത്യമായിട്ട് അവിടെ പൂജകൾ ചെയ്യുന്നത് കൊണ്ടാണ്. ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ചുറ്റുവട്ടത്ത് എത്തുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഗുരുവായൂർ ഒട്ടുമിക്ക നല്ല രീതിയിൽ പൂജകൾ ചെയ്യുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും. ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നതുകൊണ്ട് അവിടുത്തെ കാര്യം പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ ശബരിമലയിൽ പോകുമ്പോൾ ഇപ്പം ഞാനൊക്കെ മാസം തൊഴിലിന് പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ കുറച്ച് നാളായി പറ്റിയിട്ടില്ല. ഈ മണ്ഡലകാലത്തിലും പോകാൻ പറ്റിയില്ല. ഇനി എല്ലാ വർഷവും പോകണം, തടി കുറയട്ടെ, നടന്നു പോകണം. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മാസവും പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഒരു ശാരീരിക ക്ഷമത വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഘടന വെച്ച് പമ്പയിൽ നിന്ന് സന്നിധാനത്ത് പോയി തിരിച്ചു വരിക എന്ന് പറയുന്നത് തന്നെ കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാ മാസവും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അതൊരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് കൂടി എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഇരിക്കുന്ന ശാസ്താവിൻ്റെ ബിംബം കാണുക എന്നതിനപ്പുറത്തേക്ക് അത് കാണേണ്ടതുണ്ട്. സ്വാഭാവികമായും അത് കാണാൻ തന്നെയാണ് പോകുന്നത്. അതാണ് ലക്ഷ്യം. പക്ഷേ അവിടെ എത്തുമ്പോൾ ശബരിമലയിലെ ഓരോ മലകളും ചവിട്ടി മുകളിലേക്ക് പോകുമ്പോൾ ഓരോ പോയിന്റ് 18 പടികൾക്കൊക്കെ അർത്ഥമുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പടി ചവിട്ടി കയറിയിട്ട് കുറേ കാലമായി. കാരണം നമ്മൾ ഈ മാസം തൊഴിലിന് ഇരുമുടി കെട്ടില്ലാതാണല്ലോ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നൊരു എനർജി ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് മണിമണ്ഡപം പോലെയുള്ള സ്ഥലങ്ങൾ, മണിമണ്ഡപത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് യഥാർത്ഥ പന്തളം രാജകുമാരനെ ഫീൽ ചെയ്യാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ജീവസമാധിയാണ്. സമാധി സ്ഥലങ്ങളിലെ എനർജി സോഴ്സ് വലുതാണ്. അപ്പം നമുക്ക് ഓരോന്നും കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പം മൂകാംബിക, അപ്പം ഞാൻ മൂകാംബികയിൽ 2 തവണയേ പോയിട്ടുള്ളൂ. പക്ഷേ മൂകാംബികയ്ക്ക് എന്തോ ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത ക്ഷേത്രം മേലില ക്ഷേത്രമാണ്. മേലില ക്ഷേത്രത്തിനോട് തോന്നുന്ന ഒരടുപ്പമാണ് മൂകാംബികയോട് തോന്നുന്നത്. മൂകാംബികയുടെ ഓരോ മുക്കും മൂലയും നമ്മളിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകും. ഞാൻ ആദ്യം മൂകാംബികയിൽ ചെന്നിട്ട് എൻ്റെ ഫ്രണ്ട് ചെന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, ഇതാണോ മൂകാംബിക ക്ഷേത്രം? അപ്പം പുള്ളിക്കാരി നോക്കി, എന്ത്, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ, സിനിമയിൽ മറ്റൊരു രൂപമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കണക്ക് കൂട്ടലിലുള്ള മൂകാംബിക ഇങ്ങനല്ല. അപ്പം എൻ്റെ കണക്കുള്ള മൂകാംബിക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ക്ഷേത്രം, അത്രയും വലിയ കച്ചവട സ്ഥാപനങ്ങൾ, ബിൽഡിങ്ങുകൾ. ഇപ്പോൾ പളനിയിലോ ഒക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ചെറിയ കടകൾ, ഒരു താരതമ്യേന കാട്ടിലൊരു ആശ്രമം പോലെ അല്ലേ, ചെറിയൊരു ക്ഷേത്രം. പക്ഷേ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന എനർജി അതിഭീകരമായ എനർജി. അപ്പോൾ അത് കഴിഞ്ഞ് 2ാമത്തെ തവണ ഞാൻ പോകുമ്പോൾ ഞാനും നമ്മുടെ എഡിറ്റർ അരുണും കൂടിയാണ് പോകുന്നത്. അന്ന് ജയനാരായൺജി വിളിച്ചിട്ടാണ് പോകുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ എല്ലാ മാസവും അവിടെ പൂജ നടക്കുന്നുണ്ട്. നീ വരുന്നോന്ന് ചോദിച്ചു. വരുന്നോന്ന് പറഞ്ഞാൽ അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോവാണ്. അവിടെ ചെന്ന് രാത്രിയിൽ ഞങ്ങളിങ്ങനെ ചെന്നിട്ട്, രാത്രി തൊഴുതില്ല, അവിടെ നിന്നപ്പോൾ അരുണ് എന്നോട് ഇങ്ങനെയൊക്കെ നോക്കി, ചെന്താ ഒന്നുമില്ല എന്ന് പറഞ്ഞു. രാവിലെ അവിടെ വന്ന് തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ അരുണ്, സത്യത്തിൽ ഇതാണോ മൂകാംബിക ക്ഷേത്രം? ഞാൻ ചോദിച്ചു അതേ ചോദ്യമാണ് എന്നോട്. ഞാൻ എൻ്റെ കണക്കൂട്ടലിലും പ്രതീക്ഷയിലുള്ളൊരു മൂകാംബിക ഇതല്ല. ഇതാണ് ഞാൻ ആദ്യം വന്നപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പം എനിക്കും ആദ്യം പോയപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത്. എല്ലാവർക്കും. ഞാനിപ്പോൾ എന്തായാലും ഏപ്രിൽ വീണ്ടും പോകുന്നുണ്ട്. ചിലപ്പം അതിന് മുമ്പ് ഭാഗ്യം കിട്ടിയാൽ പോകും. അപ്പോൾ അമ്മ വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2009 ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യം ഞാൻ മൂകാംബിക പോകാൻ ഒരുങ്ങുന്നത്. കണ്ണൂരുള്ള നമ്മുടെ സുഹൃത്തിനോടൊപ്പം പോകാൻ ഒരുങ്ങി. അവൻ വ്രതം തുടങ്ങിയപ്പോൾ ഞാനും വ്രതം തുടങ്ങി. പക്ഷെ അവൻ പോയി, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞ് 8 വർഷമായി. 8 വർഷത്തിന് മുമ്പ് വരെ എല്ലാ വർഷവും മൂകാംബികയിൽ പോയി വൈഫോടെ ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷം പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവളുടെ കഥ, നിങ്ങളുടെ ഭാഗ്യദോഷം എന്നെ അങ്ങോട്ട് വിളിക്കാത്തതെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പം ചില ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന എനർജി സ്രോതസ്, എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ഉള്ളില് വലതുവശത്തായിട്ട്, വടക്ക് വശത്തായിട്ട് ഹനുമാന്റെ പ്രതിഷ്ഠ. റിക്കി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ, അത് അവിടെ ചെന്ന് പറയാൻ പാടില്ല, ഇവിടെ ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം മനസ്സിലപ്പോൾ വരും. അത് സ്വാഭാവികമായിട്ട് വന്നു. ഹനുമാൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ എനർജി ശരിക്കും ഇവിടുന്നാണ് വരുന്നത് കേട്ടോ. റിക്കി ചെയ്യുമ്പോൾ നന്നായിട്ട് വരുന്നു. ഇതേപോലെ ഒരു ദേവീക്ഷേത്രത്തിൽ ചെന്നപ്പോഴും ഇതേപോലെ ഇങ്ങനെ എരിയുന്നത് പോലെയാണ് എനർജി വരുന്നു. പിന്നെ ബാംഗ്ലൂര് ഒരു നന്ദി ക്ഷേത്രമുണ്ട്. അപ്പോൾ നന്ദിയാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. അതിൻ്റെ പിന്നിൽ ഭിത്തിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു സ്പേസ് ഉണ്ട്, നമ്മളെ വോൾ അലമാര പോലെ അങ്ങനെ ഒരു സ്പേസ്. അവിടെയാണ് ശിവലിംഗം വെച്ചിട്ട് അവിടെ പൂജ ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഞാൻ ശിവഭക്തയല്ല ശരിക്കും, എനിക്ക് കൃഷ്ണനെയാണ് ഇഷ്ടം. കൊച്ചിലെ മുതലേ കേട്ട് വളർന്നത് കൃഷ്ണനെ കുറിച്ചാണ്. പക്ഷേ അവിടെ ആ ഭക്തി കൊണ്ടല്ലെന്ന് ഞാൻ പറയായിരുന്നു, മനഃപൂർവ്വം അല്ല. അവിടെ ചെന്ന് നിന്നപ്പോഴേക്കും വല്ലാത്തൊരു എനർജിയുടെ ഒരു പ്രവാഹം പോലെ തോന്നുകയും കണ്ണുനീരിങ്ങനെ അറിയാതെ കണ്ണിങ്ങനെ കുറേ നേരം കണ്ണുനീര് വന്നു. ഞാൻ എന്താ ഇങ്ങനെ
ഞാൻ അവിടെ നിന്ന് കരഞ്ഞു കുറേ നേരം അങ്ങനെ നിന്നു, എന്നിട്ട് പോന്നു. നമ്മൾ ആ ഇളകിയ പ്രവാഹം ഏത് സന്തോഷാവസ്ഥയിലായിരുന്നാലും ഏതെങ്കിലും ഒരു ശ്രീകോവിലിന്റെ മുന്നിൽ എത്തുമ്പോൾ നമ്മുടെ കണ്ണ് കണ്ണ് നിറയും. അല്ല ഞാനതുകൊണ്ട് എല്ലായിടത്തും ഗുരുവായൂർ അമ്പലത്തിലെ ഉള്ളിൽ എപ്പോഴും കയറാറില്ല. കാരണം ആ ഫീലിംഗ് കിട്ടാൻ വേണ്ടി വല്ലപ്പോഴും കൂടി ഉള്ളിൽ കയറുള്ളൂ. നല്ല അമ്പലത്തിനുള്ളിലേ കയറും. ഞാനും ഗുരുവായൂർ പോയിട്ട് ഉള്ളിൽ കയറിയിട്ട് ഒരുപാട് കാലം പുറത്തു അപ്പോ നിന്ന് തൊഴുതിട്ട് ഞങ്ങൾക്ക് പിന്നെ ക്യൂ നിൽക്കേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. ഇനി വരുമ്പോൾ ഞാൻ മേഡത്തെ വിളിക്കാം. വിളിച്ചു. അപ്പോ ഞങ്ങക്ക് ഉള്ളിൽ ഇങ്ങനെ വല്ലപ്പോഴും കയറുമ്പോഴാണ് ഈ കണ്ണുനീരിങ്ങനെ വരുന്നത്. വല്ലപ്പോഴും കയറുമ്പോൾ എപ്പോഴും ഉണ്ടാവും. അതെ, എനിക്ക് കൊട്ടാരക്കര കണക്ട് ആവുന്നത്. ഞാൻ കൊട്ടാരക്കര ഗണപതിയുടെ മുന്നിൽ പോകുമ്പോൾ ഉള്ളിൽ കയറില്ല, തിരക്കായിരിക്കും, ദൂരെ നിന്ന് വരുന്ന സ്ഥലം. നമ്മൾ എന്തിനാ അവിടെ പോയി ബുദ്ധിമുട്ടി? ഞാൻ പോയ ഒരു 5 മിനിറ്റ് നിൽക്കണം. ഞാൻ എപ്പോഴും പുറത്ത് ഉണ്ണിയപ്പം വറുക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ അവിടെ നിന്ന് തൊഴാം. അപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് കുറേ നേരം അങ്ങനെ ഗണപതി തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞത്. താന്ത്രിക രീതിയിലാണല്ലോ പൂജകളെല്ലാം. ക്ഷേത്രങ്ങൾക്ക് തന്ത്രിയുണ്ട്, തന്ത്രശാസ്ത്രം. ഇപ്പം ദീക്ഷ കൊടുക്കുമ്പോൾ ഇതേപോലെ ദീക്ഷ കഴിഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേക്കില്ല അവര്. പിന്നെ കരച്ചിലായി, കെട്ടിപ്പിടുത്തായി. ഒരു പ്രത്യേക അനുഭവം അത് ഈ യന്ത്രങ്ങൾക്കും മന്ത്രങ്ങൾക്കും ഈ സാധനങ്ങൾക്കും ഒക്കെ അത്ര പവറാ. ഇപ്പൊ പോയി എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലും ചില സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ മുന്നിൽ പോയി തൊഴാൻ പറ്റണം. തൊഴുത് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണ് നനഞ്ഞ് നമ്മുടെ വിഷമം. നമ്മള് ക്ഷേത്രത്തിൽ പോകുമ്പോൾ പോലും സർവസംഘ പരിത്യാഗിയായിട്ട് പോകണം. വീട് പൂട്ടി താക്കോലിങ്ങനെ വെച്ച് അങ്ങനെ പോകരുത്. അതെവിടെയെങ്കിലും സൂക്ഷിച്ചോ, ആരെങ്കിലും ഏൽപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടേ അതൊക്കെ അങ്ങ് വിടുക. നമ്മള് പോകുന്ന 2 കയ്യിൽ ഫോൺ, ഈ ഫോൺ ഇങ്ങനെ ഇടയിൽ വെച്ചിട്ടാണ് അത് ഫോൺ വെച്ചിട്ടാണ് തൊഴുന്നത്. അത് ബാഗിലൊക്കെ വെച്ചിട്ടേ എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമായിട്ട് വെച്ചിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ആ എനർജീനെ സ്വീകരിക്കാനായിട്ട് ഏറ്റവും ഭയങ്കര അനുഭവം. അതിലേറ്റവും ഞാൻ പറയാം, ഇപ്പൊ ശബരിമലയിൽ പോവാം. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചാ ശബരിമലയിൽ കുളിച്ചിട്ടാണോ കയറി തൊഴുന്നത്? ഞാൻ പറഞ്ഞു പമ്പയിൽ. എന്തിനാ നീ കുളിക്കുന്നത്? ശരീരശുദ്ധി. ശരി, ഈ പമ്പയിൽ നിന്ന് മല കയറി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിന്റെ ശരീരത്തിന് ശുദ്ധി ഉണ്ടോ? ശരീരം വിയർത്തൊലിക്കില്ലേ? എന്തൊക്കെ ചെയ്യും? നമ്മൾ പോകുന്ന വഴിക്ക് തുപ്പും, ചിലപ്പോൾ ആഹാരം കുടിക്കും, വെള്ളം കുടിക്കും, യൂറിനേറ്റ് ചെയ്യും, വിയർക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കുളിക്കാൻ സംവിധാനമൊന്നും ഇല്ലല്ലോ. നീ നേരെ പടി കയറി അങ്ങ് ചെല്ലുകയല്ലേ. നീ വിയർത്ത് വെമ്മി ഈ ഷർട്ട് ഇട്ട് പരസ്പരം ശരീരങ്ങൾ ഒട്ടിക്കൂ നിന്നിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ഒന്നും പ്രശ്നമല്ല. കാര്യം പുള്ളി വന്ന് പറഞ്ഞു വന്ന കഥ അത് മലദൈവങ്ങളുടെ കഥയിലേക്കൊക്കെ ശാസ്ത്രമാണെന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്ത് പോവാണ്. ഞാനിന്ന് ആലോചിച്ചു, ശരിയാണ്. ഗുരുവായൂർ എന്നാ നമ്മളെന്താ ചെയ്യാം? അവിടെ റൂം എടുത്ത് ഇപ്പൊ ടയർഡായിട്ടാ പോകുന്നെങ്കിൽ അവിടെ റൂം എടുത്ത് ഫ്രഷ് ആയി കുളിച്ചിട്ട് പോകും. ഇപ്പൊ ഞാൻ മിക്കവാറും മാസങ്ങളിൽ മലയാളപ്പുഴ പോകാറുണ്ട്. അപ്പോൾ ഒരിക്കൽ രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ വണ്ടിയിൽ ഉറങ്ങാണ്, വണ്ടി ഓടിക്കാൻ ആളുണ്ട്. കുറേ ഞാൻ എവിടെ എത്തിയിടാന്ന് ചോദിച്ചു, പത്തനംതിട്ട. അപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ്, ഞാൻ കാണാൻ ചെല്ലുന്ന ആൾ മീറ്റിംഗ് 11:30 മാറ്റി. ഞാൻ രാവിലെ കുളിക്കാതെ ഇറങ്ങി. എൻ്റെ പരിപാടി കൊട്ടാരക്കര പോയി കുളിച്ചിട്ട് ഇയാളെ കാണണം എന്നുള്ളത്, എൻ്റെ വീട്ടിൽ പോയി കുളിച്ചിട്ട് പോകണം എന്നുള്ളത്. അത് മലയാളപ്പുഴ. ഞാൻ നീ മലയാളപ്പുഴയിൽ അമ്പലത്തിലോട്ട് വണ്ടി വിടാൻ പറഞ്ഞു പത്തനംതിട്ട. അവിടെ ചെന്നപ്പോൾ അവിടെ റൂം കിട്ടുമെന്നല്ലോ എനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്ത് കുളിക്കുക, നനഞ്ഞതെങ്കിൽ നനഞ്ഞത് ഇട്ട് കയറി തൊഴുക എന്നുള്ളതാണ്. മലയാളപ്പുഴ പോയിട്ടുണ്ടോ മാഡം? മലയാളപ്പുഴ അതിഭയങ്കരമായ പവർഫുൾ ആണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞു ലോഡ്ജ്, ചെറിയ മുറി. അയാൾ ഞാൻ ഒന്നും വേണ്ട, എനിക്കൊന്ന് കുളിച്ചാൽ മതി. 500 രൂപ എടുത്ത് അവിടെ കുളിച്ചു, ദേഹശുദ്ധി വരുത്തി അവിടുത്തെ. ശബരിമല പോവാണെങ്കിൽ ആ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ പമ്പയിലൊക്കെ കുളിച്ചിട്ട് ഒരുപാട് കാലമായി. കാര്യം മലിനമാണ് എന്ന ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് നമ്മളത് തലയിൽ വെള്ളം കുടഞ്ഞിട്ട് കയറി തൊഴും. നമ്മൾ കൊട്ടാരക്കരയിൽ നിന്നൊക്കെ രാവിലെ ആഭ്യന്തര ശുചിത്വം അല്ലേ വേണ്ടത് ശരിക്കും? ഉള്ളില് അല്ലേ, പുറത്ത് ശുദ്ധീകരിച്ച് ഉള്ളിലിങ്ങനെ ചിലരുണ്ടല്ലോ നന്നായി കുളിച്ച് ചന്ദനമൊക്കെ പുരട്ടി നേരിയതൊക്കെ ഇട്ട് വരും. പക്ഷെ മനസ്സിലെന്താ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പലിശ വിരിക്കണം, അവനെ കൊല്ലണം ഇവനെ കൊല്ലണം എന്ന ചിന്തയിൽ വരുന്നവരാണ്. ഓക്കെ, നമ്മളൊരു കാഷ്വൽ ടോക്കായി പോയി. എങ്കിൽ പോലും ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ക്ഷേത്രങ്ങളല്ല, ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് അനുഭൂതിയാണ്. ഇപ്പോ ഇവിടെ മലയാറ്റൂര് ഇത് കിടക്കാണ്. അപ്പൊ ഞാൻ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, മല കയറാൻ വേണ്ടി പോകണം. കാര്യം നമ്മുടെ അടുത്ത് നമ്മളിരിക്കുന്ന ആലുവയിലാവുമ്പോൾ അടുത്ത് നടക്കുന്ന ഒരു ആരാധനാലയത്തിനുള്ള എല്ലാ ആരാധനാലയങ്ങളെയും നമ്മൾ അടുത്തറിയുക, അവിടുത്തെ ആചാരങ്ങളുമായി പങ്കെടുക്കാൻ പറ്റുന്നതിൽ പങ്കെടുക്കുക, നമുക്ക് പ്രവേശനമില്ലാത്തടത്ത് പോവാതിരിക്കുക. അതും ഒരു വലിയ കാര്യം. ഇപ്പൊ പലരും നമ്മുടെ ഓഫീസിൽ തന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറി എന്താ കുഴപ്പം, ഗുരുവായൂർ മുസ്ലിങ്ങൾ കയറി എന്താ കുഴപ്പം, ക്രിസ്ത്യാനികൾ കയറി എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. പക്ഷെ അതാ അവിടുത്തെ ആചാരങ്ങളുണ്ട്, അതിനങ്ങ് പാലിച്ചു വിട്ടാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അവിടെ ഉള്ളവർക്ക് നിങ്ങൾ ചെല്ലുന്ന ഇഷ്ടമല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ വെച്ചേക്കുന്നത്. അവിടെ ശബരിമലയിൽ സ്ത്രീകൾ ചെല്ലുന്നത് ഒരു പക്ഷേ എന്തിനും, അപ്പോൾ അങ്ങോട്ടേക്ക് കടന്ന് കയറാതിരിക്കും. വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ പോണേ? എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകൾക്ക് ഈ പീരീഡ്സ് ഒക്കെ ഉള്ള ആ ഒരു കാലം എന്ന് പറയുമ്പോൾ, ഇപ്പൊ ആയുർവേദത്തിലാണെങ്കിൽ ആ 4 ദിവസം കംപ്ലീറ്റ് റെസ്റ്റാ പറയണത്. കുളിക്കാൻ പാടില്ല. കാരണം നമ്മുടെ കുളിക്കാൻ പാടില്ല ആ 4 ദിവസം എന്ന് വെച്ചാൽ ബ്ലഡിന്റെ ഫ്ലോ ആണ്. അതായത് നമ്മുടെ യൂട്രസിനുള്ളില് ഒരു കുഞ്ഞ് ഉണ്ടാകാനുള്ള മെത്ത അവിടെ ഒരുങ്ങുകയാണ്, അത് ബ്ലഡിന്റെ ആണ്. ആ മെത്ത ഒരുങ്ങുന്നത്
അത് കാത്തിരിക്കും. ആ. കുട്ടി ഉണ്ടായില്ലെങ്കിൽ അതാണ് പൊഴിഞ്ഞു പോകുന്നത്. ഓക്കെ ശരിക്കും സൃഷ്ടിക്ക് വേണ്ടുന്ന ഒരു കാര്യമാണത്. ഓക്കെ ഏറ്റവും ദിവ്യമായിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആ ബ്ലഡ്. കാരണം ഒരു കുട്ടിക്ക് വെയിറ്റ് ചെയ്തിട്ട് കാണാതെ തിരിച്ചു പോര് അത് പൊഴിഞ്ഞു പോകുന്നതാണ്. ഓക്കെ അപ്പോൾ അത് അത്രയ്ക്ക് ഒരു ദിവ്യമായിട്ടുള്ളൊരു കാര്യം ആണത്. പക്ഷേ ഈ സമയം ഒരു ചെറിയൊരു പ്രസവം പോലെയാണ്. പീരീഡ്സ് എന്ന് പറയുന്ന ഒരു പ്രസവത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ഒരു രൂപമാണ് ശരിക്കും. അത്രയും പെയിൻഫുൾ ആകുന്ന അതുകൊണ്ടാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണം. ഈ ബ്ലഡ് ഫ്ലോ അത് കുറയാൻ പാടില്ല. അപ്പോൾ കുളിക്കുമ്പോൾ ഈ ബോഡി ടെമ്പറേച്ചറിന് വ്യതിയാനം വരും. ഓക്കെ അപ്പോൾ ഈ ഫ്ലോയ്ക്ക് കുറവുണ്ടാകാം. അതുകൊണ്ടാണ് കുളിക്കാതെ കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് പറയാൻ കാരണം. മെൻസസ് കാലത്ത് രാവിലെ വൈകിട്ട് കുളിച്ചില്ലെങ്കിൽ വീട്ടിൽ അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാനും ദൈവത്തിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കില്ലേ? അതുകൊണ്ടുള്ള പേടിപ്പിക്കലാണ് തുടരുത്, ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയാൻ കാരണം. അത് പേടിപ്പിച്ചിരുന്നതാണ്. എന്നാലെങ്കിലും അനങ്ങാതെ ഇരിക്കാൻ. ഇല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ. പണ്ടൊക്കെ നമുക്ക് വീട്ടില് സഹോദരി അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞ് തൊടല് മാറിക്ക് കുളിച്ചിട്ട് എന്നൊക്കെ പറയുന്ന സാഹചര്യം. പക്ഷെ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അവരും. ഒന്നും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പക്ഷേ റെസ്റ്റ് ഇപ്പൊ ആർക്കും കിട്ടണില്ല റെസ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ശബരിമല പോലുള്ള ഇത്ര മലകേറി പോകേണ്ട സ്ഥലത്ത് അങ്ങനെ പോകാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 28 ദിവസം കൂടുമ്പോഴാണ് പീരീഡ്സ് ഉണ്ടാവുന്നതെങ്കിൽ ഇവര് എപ്പോഴും ചെയ്യാത്തൊരു കാര്യം ഡാൻസോ അല്ലെങ്കിൽ യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ലറ്റിക് ആയിട്ടുള്ള മത്സരങ്ങളോ ശരീരം ഇളകി ചെയ്യുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും 28 ദിവസം കാത്തിരിക്കാതെ അതിനുള്ളിൽ പീരീഡ്സ് ആവും. എപ്പോൾ വേണമെങ്കിലും ആവാം. അങ്ങനെ വരും. എനിക്ക് എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു വണ്ടി ഇങ്ങനെ തട്ടിയൊന്ന് വീണതേ ഉള്ള, വേറെ അപകടമൊന്നും ഉണ്ടായില്ല, വേറെ LOD അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ അന്ന് പീരീഡ്സ് ആയിട്ട് 12 ദിവസമേ ആയുള്ളൂ. അന്ന് രാത്രി വീണ്ടും പീരീഡ്സ് ആയി എന്ന് പറയുമ്പോൾ ശരീരത്തിനുണ്ട് ആഘാതം പോലും അതിനെ ഇളക്കി കളയുന്നു. അങ്ങനെ വരുമ്പോൾ ഈ മല കയറുമ്പോൾ ശരീരം കൂടുതലായിട്ട് ഇളകുമ്പോൾ അവിടെ വെച്ചും പീരീഡ്സ് ആവാം, അങ്ങനെ ആവാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അത്രേ ഉള്ളൂ. മനുഷ്യന്റെ ഒരു വിധത്തിലുള്ള ശ്രമങ്ങളും വീഴുന്നത്. അതെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനെ ഇത്ര വലിയ വിവാദമൊന്നും ആക്കേണ്ട കാര്യമേ ഇല്ല ശരിക്കും പറഞ്ഞ.